അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുന്നതൊക്കെ മിച്ചിയാട്ടാ. ഞമ്മ ഇവിടെ ഗാലറിയിൽ നിന്ന് കളി കണ്ടുകൊണ്ടിരിക്കുന്നു. അത് വേറൊരു കാര്യം. നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇതാ അപ്പുറത്തെ പാൻ കിടന്ന് ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ചൂടായ പാനിലേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം എന്താ നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടോ. ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ഇടയിൽ പോയി ഷാലോ ഫ്രൈ ചെയ്യണതിൻ്റെ ഇടയിൽ പോയി ഞാൻ ഉണ്ണിക്ക് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ഇങ്ങോട്ട് പോകുന്നുണ്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം വാപ്പിച്ച് അടുക്കളയിൽ വന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ കുറച്ച് കുടുംബ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കേണ്ട. അപ്പോഴത്തേനും നമ്മുടെ ചെമ്മീൻ ഒരു സൈഡൊന്നും മുരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഉമ്മിച്ചി അപ്പോൾ അപ്പുറത്തെ ഒരു സൈഡ് മുരിക്കാൻ വേണ്ടി പിന്നെ അങ്ങോട്ട് എടുത്തിട്ടാ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി നേരം കഴിഞ്ഞ് കുറച്ചും കൂടി വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിതാ നമ്മൾ ചെമ്മീൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുട്ടാ. അത് കഴിഞ്ഞിട്ട് ചെമ്മീനിലേക്ക് ആവശ്യമുള്ള മസാല നമുക്ക് സെറ്റാക്കണ്ടേ. അതിന് വേണ്ടി ഇപ്പുറത്തെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അത് ചൂടായി വന്നതിന് ശേഷം കുറച്ച് ഇഞ്ചിയും ഇത്തിരി വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടാ. അതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും പോയി ഉണ്ണിക്ക് കുറച്ച് ഭക്ഷണം കൊടുത്തു കേട്ടോ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ പാലാണ്ടോ കൊടുക്കുന്നത്. നമ്മുടെ കിட்ட നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. പാലാണ്ടോ കൊടുക്കുന്നത്. ചെക്കനൊന്നും കഴിക്കില്ല. അത് വേറൊരു കാര്യം. അതിനുശേഷം എന്താ ഉമ്മിച്ച് വിളിച്ചപ്പോഴത്തേനും ഞാൻ അങ്ങോട്ട് പോയിട്ടാ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ സവാള അതായത് വെല്ലുള്ളി ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ വേപ്പിലിട്ട് കൊടുത്തു. അതും നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ടുള്ള ഇതിലാണ്. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് വീണ്ടും വഴറ്റി. അങ്ങനെ അത് കുറച്ച് നേരം അങ്ങോട്ട് മൂടി വെച്ച് അത് വഴന്നു കിട്ടിയപ്പോഴത്തേനും കുറച്ചും കൂടി നേരം കഴിഞ്ഞപ്പോൾ അത് വഴന്ന് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇതാ തക്കാളി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തക്കാളി ഇട്ട് കൊടുത്ത് കുറച്ച് നേരം അത് മൂടി വെച്ച് ഇതാക്കാനുള്ള പരിപാടിയിലാണ്ട. അതിന് ശേഷം ഞാൻ എൻ്റെ കെട്ടിയും വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ടാ. ഉമ്മിച്ചേണ്ട നമ്മൾ പണിയൊക്കെ എടുക്കുന്നത് ഉമ്മിച്ചേട്ടാ. അതായത് കുക്കിംഗ് പരിപാടിയൊക്കെ ഉമ്മിച്ചേണ്ട. ഉമ്മിച്ചിയുടെ റെസിപ്പിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഉമ്മിച്ചിയുടെ റെസിപ്പി ഉണ്ടാക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതാ എന്നിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. 1 ടീസ്പൂണും ഒരു ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എരിവ് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ കുറച്ച് എരിവ് എപ്പോഴും മുന്തി നിൽക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ആവശ്യാനുസരണം മുളക് പൊടി ചേർക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ മസാലയ്ക്കുള്ള ഇതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കെട്ടിയൻ വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ടാ. അപ്പോൾ കാക്കാക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കപ്പിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് അതൊന്ന് കുറച്ച് നേരം ഒരു തള വരാൻ വേണ്ടി കാത്തിരുന്നു കേട്ടോ. എന്താ ചെമ്മീൻ കറി ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം തളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തളമൊക്കെ വന്ന് അത് വീണ്ടും അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചു. നല്ല മണമൊക്കെ വന്നിട്ട് കേസ് എന്താ മുരിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനെ അങ്ങ് ഇട്ട് കൊടുത്തു. ആഹാ അടിപൊളി. നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുന്നുണ്ട്. നന്നായിട്ട് അടിപൊളിയായിട്ട് ഉള്ള സംഭവമാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉമ്മിച്ചി സ്പെഷ്യലാണ് കേട്ടോ. അതൊന്ന് കുറച്ച് നേരം അത് മൂടി വെച്ച് ഒരിത്തിരി നേരം അതും അടുപ്പത്ത് കിടന്ന് വേവട്ടെ എന്ന് വെച്ച് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം വീണ്ടും കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ കത്തിയടിച്ച് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അനിയൻ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ ബാംഗ്ലൂരിലത്തെ വിശേഷങ്ങളും അവൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉമ്മിയും അവനൊക്കെ കൂടി പോയി കളിക്കാൻ നിന്നപ്പോൾ ഞാനും കുറച്ച് നേരം അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മളെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്.
അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ചോറും ചെമ്മീൻ റോസ്റ്റും ഉണ്ടാ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.